ഉടൻ നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിലെ ഏറ്റവും മികച്ച PSC പരിശീലന കേന്ദ്രമായ ലക്ഷ്യ അവതരിപ്പിക്കുന്ന ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, LDC തുടങ്ങിയ പരീക്ഷകൾക്കുള്ള സമഗ്രമായ പരിശീലനം. കേരളത്തിലെ ഏറ്റവും മികച്ച PSC അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. ചിട്ടയായ സ്റ്റഡി പ്ലാൻ അടിസ്ഥാനമാക്കി സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസുകൾ. കൂടാതെ 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷകൾ, പരിശീലനത്തിനായി കൂടുതൽ ടോപ്പിക് വൈസ് പരീക്ഷകൾ, ലക്ഷ്യയുടെ റാങ്ക് ഫയലുകളെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾ എന്നിവയും നൽകുന്നു. ജോയിൻ നൗ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ്. ലക്ഷ്യ, the stepping stone towards success. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്യാസ് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ 10-ാം തീയതി നടന്ന +2 തല പ്രാഥമിക പരീക്ഷയിൽ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്നും അവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടവ വന്നിട്ടുള്ളത്. അതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അയണോസ്ഫിയർ. സോ പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് അത്യാവശ്യമായിട്ടും പഠിക്കണം. അതിൽ നമുക്കറിയാം, അതിന്റെ ഓർഡറിൽ നോക്കി പോവാം. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നത്, അല്ലെ? ട്രോപ്പോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി നമ്മൾ കേട്ടിട്ടുണ്ട്, അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്, അല്ലെ? സ്ട്രാറ്റോസ്ഫിയർ. ഇനി സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാലോ അതിന്റെ മുകളിലുള്ളതാണ് നമുക്കറിയാം മീസോസ്ഫിയർ എന്നറിയപ്പെടുന്നത്, മീസോസ്ഫിയർ. ഇനി മീസോസ്ഫിയറിനും മുകളിലെ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. സോ ഇത്രയുമാണ് താപനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളിലും അനുഭവപ്പെടുന്ന താപത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങളുടെ വിഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. നമ്മുടെ ചോദ്യം ഇതാണ്: അയണോസ്ഫിയർ ഇതിൽ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് എന്നാണ്. പഠിച്ചിരിക്കുക, നമ്മൾ ഈ അവസാനം പറഞ്ഞ തെർമോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ മണ്ഡലത്തിന്റെ താഴ്ന്ന വിതാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ താഴത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്, അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിലത്തെ തട്ടായ തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് 4 അന്തരീക്ഷ മണ്ഡലങ്ങളെ പരിചയപ്പെട്ടു. ഉത്തരം ഏതാണ്? തെർമോസ്ഫിയർ, അല്ലെ? തെർമോസ്ഫിയർ. സോ ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു SCERT ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും വായിച്ചിട്ട് പോകേണ്ട അധ്യായം എന്ന് പറയുന്നത് SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 10ാമത്തെ അധ്യായമായ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സോ അവിടെ അന്തരീക്ഷ മണ്ഡലങ്ങളും അവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. സോ ഭൂമിയുടെ പുതപ്പ് ചാപ്റ്റർ ഓർത്തു വയ്ക്കുക. ഒരു തവണ ഭംഗിയായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് പോകണം. നമുക്ക് പ്രധാനപ്പെട്ട ഈ 4 അന്തരീക്ഷ മണ്ഡലങ്ങളും ഇവയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് ഓടിച്ചു പറഞ്ഞു പോവാം. ഓക്കെ, ആദ്യത്തെ ലെയർ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ, അല്ലെ? ട്രോപ്പോസ്ഫിയറിനെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഭൂമിയോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഏകദേശ ദൂരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ് കേട്ടോ. 13 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് അല്ലെങ്കിൽ മധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ചൂടുവായു മുകളിലേക്ക് ഉയർന്ന് കൂടുതൽ ദൂരത്തേക്ക് വ്യാപിക്കുന്നതിനാൽ ഈ മധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ വ്യാപ്തി എന്നറിയപ്പെടുന്നത് ഏകദേശം ഒരു 18 കിലോമീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നോർമലി ഇതിന്റെ ഒരു ദൈർഘ്യം എന്നറിയപ്പെടുന്നത് 13 കിലോമീറ്റർ ആണ്. ഇനി ട്രോപ്പോസ്ഫിയറിൽ നിന്ന് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഓർത്തിരിക്കുക, ഒന്ന് മേഘങ്ങളുടെ രൂപീകരണം അല്ലെങ്കിൽ മഴമേഘങ്ങളുടെ രൂപീകരണം, അതുപോലെ മഴ, ദെൻ കാറ്റ്, ഇടിമിന്നൽ,
മഞ്ഞ് മുതലായ പ്രതിഭാസങ്ങൾ. ഓർത്തിരിക്കുക, ഇത്രയും പ്രതിഭാസങ്ങൾ രൂപപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? നാളെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ ഓർത്തിരിക്കുക, മേഘങ്ങളുടെ രൂപീകരണം, മഴ, കാറ്റ്, ഇടിമിന്നൽ, മഞ്ഞ് എന്നീ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഇത്? ട്രോപ്പോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് താപനില കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പൊ ഈ ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലേക്ക് പോകുന്തോറും ഒരു 165 മീറ്റർ, ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്തെന്നും കൂടി ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമും കൂടെ ഓർത്തിരിക്കുക. ഈ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയർ ആണ് അല്ലെ. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ യോജിക്കുന്ന അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിന്റെ അവസാന മേഖലയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ട്രോപ്പോസ്ഫിയറിന്റെ സംക്രമണ മേഖല എന്ന് പറയും. ട്രോപ്പോസ്ഫിയറിന്റെ സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസ്. എന്താണ് സംക്രമണ മേഖല എന്ന് ചോദിച്ചാൽ 2 അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗം, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗം എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു സംക്രമണ മേഖലയാണ് നമ്മൾ പാസ് എന്ന് ചേർത്ത് പറയുക. സോ ട്രോപ്പോസ്ഫിയർ തീരുന്ന നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ഏരിയ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രോപ്പോപാസ്. ട്രോപ്പോപാസ്. അപ്പൊ ഉറപ്പായിട്ടും സ്ട്രാറ്റോസ്ഫിയർ തീർന്ന് മീസോസ്ഫിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സംക്രമണ മേഖല എന്തെന്നായിരിക്കും അറിയുക? അത് സ്ട്രാറ്റോപാസ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണ്? സോ ട്രോപ്പോപാസ് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അവിടെ നോർമൽ ലാപ്സ് റേറ്റ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ്. മേഘങ്ങൾ, മഴ, കാറ്റ്, ഇടിമിന്നൽ, മഞ്ഞൊക്കെ രൂപപ്പെടാൻ കാരണമായ അന്തരീക്ഷ ഭാഗം ഏത്, മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ട്രോപ്പോസ്ഫിയർ. ഇനി നമുക്ക് നേരെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവാം. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ള ചോദ്യം നമുക്കറിയാം, ഓസോൺ പാളി കാണപ്പെടുന്നത് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ട്രോപ്പോപാസിൽ നിന്ന് ആരംഭിച്ച് ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെയാണ്, അന്തരീക്ഷ മണ്ഡലത്തെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ടേം പുതിയതായി പരിചയപ്പെട്ടു വെക്കുക. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയരം കൂടുന്തോറും താപനിലയിൽ വ്യത്യാസം വരുന്നില്ല. താപനില സ്ഥിരമായി തന്നെ നിൽക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ വ്യത്യാസം വരാത്ത കുറച്ച് മേഖലയുണ്ട്. അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ പേരിൽ നിന്ന് കിട്ടും, ആ പ്രദേശത്തെ വിളിക്കുന്നതാണ് സമതാപ മേഖല. സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ സ്ഥിരം ചോദ്യമാണ്. നമ്മൾ പറഞ്ഞു ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഇതേ ചോദ്യം തന്നെ എന്താണ് നമ്മുടെ ഫിസിക്കൽ സയൻസിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ നമുക്കറിയാം, അത് ഫിസിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ചോദ്യത്തെ പറയാം, ജോഗ്രഫിയുടെ ഭാഗമായിട്ടും കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഓസോൺ പാളി എടുക്കുകയാണെങ്കിൽ ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ്? സ്ഥിരം ചോദ്യമാണ്. ഉത്തരം ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന അധ്യായം വായിക്കാതെ പോകരുത്. ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോകണം. ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസ് അധ്യായത്തിലുണ്ട് കേട്ടോ. ശരി, അപ്പൊ ഓസോൺ പാളി ഈ മണ്ഡലത്തിൽ കാണപ്പെടുന്നു. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെറ്റ് വിമാനങ്ങൾ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാൽ ഓർത്തിരിക്കുക, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിക്കും. ആൻസർ സ്ട്രാറ്റോസ്ഫിയർ. സോ ഇതെത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് നേരെ പോവേണ്ടത് മീസോസ്ഫിയറിലേക്കാണ്. മീസോസ്ഫിയർ. മീസോസ്ഫിയറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടുമുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ അല്ലെ. ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഈ ഒരു അന്തരീക്ഷ മണ്ഡലം വ്യാപിച്ചു കിടക്കുന്നത്, മീസോസ്ഫിയർ. ഓക്കെ, അപ്പോൾ 50 to 80 കിലോമീറ്റർ റേഞ്ച് ഏകദേശ വാല്യൂസ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഇവിടെ നമുക്കറിയാം ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? നമുക്ക് നാളെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന, നമുക്കറിയാം ഈ ലെയറിലും
മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുന്തോറും താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മീസോസ്ഫിയറിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ഏകദേശം -80°C ടു -100°C വരെയുള്ള റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ റീഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു പോയിന്റ് തന്നെ പഠിക്കുക. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മീസോസ്ഫിയർ. ഇനി മീസോസ്ഫിയറിനെ പറ്റി മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത് ഉൽക്ക എന്ന പദമാണ്. ഉൽക്ക. ഈ ഉൽക്കകൾ നമ്മുടെ മീസോസ്ഫിയറിലേക്ക് കടന്നു വരുന്നത് വഴി ഇവിടെ ഉണ്ടാകുന്ന ഘർഷണം മൂലം ഈ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു. അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. നാളെ ചിലപ്പോൾ ചോദിക്കാം ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ മണ്ഡലം. അങ്ങനെ ചോദിക്കണം എന്നില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക മീസോസ്ഫിയറിലാണ് മെയിൻ ആയിട്ട് ഈ പ്രതിഭാസം നടക്കുന്നത്. ഈ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് കടക്കുക വഴി ഇവിടെ ഉണ്ടാകുന്ന ഘർഷണം മൂലം ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു. ഇനി നമ്മൾ പറഞ്ഞു മീസോസ്ഫിയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് ജോയിൻ ചെയ്യുന്ന സംക്രമണ മേഖലയെ വിളിക്കുന്ന പേരാണ് മീസോപാസ് എന്നറിയപ്പെടുന്നത്. മീസോപാസ്. ഓക്കെ, അപ്പൊ മീസോസ്ഫിയറിന്റെ സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മീസോപാസ്. ഇനി ഏറ്റവും അവസാനത്തേതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ നമുക്കറിയാം ഏറ്റവും ഉയരത്തെ പാളിയാണ്. അതിന്റെ താഴ്ന്ന വിതാനങ്ങൾ, ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അയണോസ്ഫിയർ. അയണോസ്ഫിയർ. ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അയോണീകരണം എന്ന് പറയുന്ന അയോണീകരണം. എന്താണ് അയോണീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UV റേസ് അതുപോലെ എക്സ് റേസ് ഇവ വാതക തന്മാത്രകളെ, അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളെ അയോണീകരിക്കുന്ന പ്രക്രിയയാണ് അയോണീകരണം എന്നറിയപ്പെടുന്നത്. ഇനി തെർമോസ്ഫിയറിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 80 to 600 കിലോമീറ്റർ ആണ് കേട്ടോ. ഏറ്റവും അവസാനത്തെ പാളിയായ തെർമോസ്ഫിയർ ഭൂമിയിൽ നിന്ന് 80 to 600 കിലോമീറ്റർ വ്യാപ്തിയിലാണ്. ഇവിടെ ഈ ഒരു അന്തരീക്ഷ മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നു. ഉയരം കൂടുന്തോറും ഇവിടെ താപനില ഗണ്യമായി വർദ്ധിക്കുന്നതായി കാണുന്നു. ഇനി മറ്റൊരു പോയിന്റ് അയണോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്, ലാസ്റ്റ് ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ചോദ്യമാണ്, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലമാണ്? അവിടെ ഓർത്തിരിക്കുക അയണോസ്ഫിയർ ആണ് ഉത്തരം. പോയിന്റ് എന്താണ്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അയണോസ്ഫിയർ. സോ ഈ 4 മണ്ഡലങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിവരങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായിട്ടും ആ അധ്യായം കൂടി ഭംഗിയായിട്ട് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം എന്തെന്നാണ് ചോദ്യം. നമ്മൾ ഈ ചോദ്യം VEO പരീക്ഷകളിലും LD പരീക്ഷകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ എന്നാണ്. സോ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ ഭൂസവിശേഷതകൾ പ്രതിപാദിക്കുന്ന ഒരു മാപ്പാണ്, നമുക്കറിയാം. സോ ഇവയിൽ പ്രധാനപ്പെട്ട ചില ഭൂസവിശേഷതകളെ ചിത്രീകരിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമാണ്. ഈ ഒരു കണ്ടന്റ് ഉൾപ്പെടുന്ന SCERT പാഠഭാഗം ഏതെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ ജോഗ്രഫി 4ാമത്തെ അധ്യായമായ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന അധ്യായമാണ്. ഈ അധ്യായം വളരെ ഭംഗിയായി ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ശേഷം പരീക്ഷയ്ക്ക് പോകും. അത് നമ്മുടെ ഈ സിലബസിലുണ്ട്, ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് സിലബസിലുണ്ട്. സോ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന അധ്യായമാണ് കംപ്ലീറ്റ് വായിക്കേണ്ടത്. നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് കണ്ടന്റ്സ് നമുക്ക് പറയാം. 1802 കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന പ്രധാനപ്പെട്ട സർവേകളെയാണ് പാഠഭാഗത്ത് ആദ്യം പറയുന്നത്. 1802 കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന സർവേകൾ പ്രധാനമായും 3 തരത്തിലുണ്ടായിരുന്നു. ഒന്ന് നികുതി സർവേ, മറ്റൊന്ന് ടോപ്പോഗ്രഫിക്കൽ സർവേ, മറ്റൊന്ന് ട്രിഗ്നോമെട്രിക്കൽ സർവേ. ഇങ്ങനെ 3 എണ്ണം പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ സർവേക്ക് നേതൃത്വം നൽകിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം കേണൽ വില്യം ലാംപ്ടണി എന്നാണ്. കേണൽ വില്യം ലാംപ്ടണി. ഓർത്തിരിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സർവേക്കായി ഉപയോഗിച്ച ഉപകരണത്തിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് എന്നൊരു ഉപകരണമാണ്, ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അവരുടെ സർവേക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി 1818 കാലഘട്ടങ്ങളിൽ വില്യം ലാംപ്ടണിയെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ സർവേയിൽ ജോയിൻ ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. ജോർജ് എവറസ്റ്റ്. സോ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സർവേയിലാണ് നമ്മുടെ ഹിമാലയത്തിന്റെ ശരിയായ
അളവുകൾ അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിന്റെ ശരിയായ സർവേ നടന്ന ഒരു സർവേ ആയിരുന്നു ജോർജ് എവറസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയെ മൗണ്ട് എവറസ്റ്റ് എന്ന് ഇദ്ദേഹത്തിന്റെ ആദരസൂചകം നൽകിയത്. സോ ഇവിടെ രണ്ട് വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക, കേണൽ വില്യം ലാംപ്ടണി ആൻഡ് ജോർജ് എവറസ്റ്റ്. അടുത്തതായി ടോപ്പോ ആൻഡ് ഗ്രഫെ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്, ടോപ്പോ ആൻഡ് ഗ്രഫെ എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന പദം ആവിഷ്കരിക്കപ്പെട്ടത്. ടോപ്പോ എന്ന ഈ വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നും, ഇനി ഗ്രഫെ എന്ന വാക്കിന്റെ അർത്ഥം വിവരിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നീ മീനിങ്ങിലാണ് ഈ വേർഡ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേണൽ വില്യം ലാംപ്ടണിയുടെ നേതൃത്വത്തിൽ 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ സർവേ നടക്കുന്നു. അതിനായി അവർ ഉപയോഗിച്ച ഉപകരണമാണ്, ഡിവൈസ് ആണ് തിയോഡലൈറ്റ്. 1818 കാലഘട്ടങ്ങളിൽ വില്യം ലാംപ്ടണിയോടൊപ്പം ജോയിൻ ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ജോർജ് എവറസ്റ്റ്. ഇനി ടോപ്പോ എന്ന വേർഡിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോപ്പോ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ്. ഗ്രഫി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിവരിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. എന്താണ് ധരാതലീയ ഭൂപടം അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തിന്റെ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ എല്ലാ ഭൂസവിശേഷതകളെയും പ്രതിപാദിക്കുന്ന ഭൂപടത്തെയാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉയർന്ന പ്രദേശങ്ങൾ, അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങൾ, അതുപോലെ പുഴകൾ, നദികൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഇവയെപ്പറ്റി എല്ലാം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനായുള്ള ഔദ്യോഗിക ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. സർവേ ഓഫ് ഇന്ത്യ പലപ്പോഴും നമുക്ക് ഇതിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. നമുക്ക് ഡൗട്ട് ആവുന്നതാണ്, ഡൽഹി, മുംബൈ, കൽക്കത്ത, ഇതൊക്കെ ഓപ്ഷനിൽ തരാറുണ്ട്. ഇവയൊന്നുമല്ല ഉത്തരം. ഡെറാഡൂൺ ആണ് ആൻസർ, ഡെറാഡൂൺ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ലോകത്തെ മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ടോപ്പോഗ്രഫിക് ഷീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റുകളുടെ എണ്ണം ഒന്ന് ഓർത്തിരിക്കുക, 2222. ഈ നമ്പർ ഒന്ന് ഓർത്തിരിക്കുക. ലോകം മുഴുവനുള്ള പ്രദേശത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ടോപ്പോ ഷീറ്റുകളുടെ ടോട്ടൽ എണ്ണമാണ് 2222. ഇത് എങ്ങനെയാണ് ഈ നമ്പർ വന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം തൊട്ട് ഏകദേശം 60 ഡിഗ്രി പ്രദേശം വരെയുള്ള 60 ഡിഗ്രി നോർത്തും സൗത്തും അത്രയും ഏരിയയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 1800 ആണ്. തുടർന്ന് 60 ഡിഗ്രി ടു 88 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ളതിന് 420 ഷീറ്റുകൾ. ഇനി ധ്രുവപ്രദേശങ്ങളിൽ 2 ഇങ്ങനെയാണ് ടോട്ടൽ 2222 ടോപ്പോ ഷീറ്റുകൾ വരുന്നത്. ഓക്കെ, ആ ഒരു നമ്പർ കൂടി ഓർത്തിരിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യന്റെ മേഖലയിലേക്ക് വരാം. ഈ ധരാതലീയ ഭൂപടങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഭൂസവിശേഷതകളും അവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും നമുക്ക് ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. നോക്കാം. ആദ്യം അക്ഷാംശ രേഖാംശ രേഖകൾ. ഓക്കെ, നമുക്കൊരു മാപ്പിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോയിനിങ്സ് ആണ് അക്ഷാംശവും രേഖാംശവും രേഖകൾ, അല്ലെ? പിന്നെ അടുത്തത് അതിർത്തി രേഖകൾ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിൽ പതിപ്പിക്കുക ഓരോന്നും. അക്ഷാംശ രേഖാംശ രേഖകൾ, അതിർത്തി രേഖകൾ, പിന്നെ വരണ്ട ജലാശയങ്ങൾ, പിന്നെ റെയിൽപാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ. ഇത്രയും സൂചിപ്പിക്കുന്ന നിറം എന്നറിയപ്പെടുന്നത് കറുപ്പ് നിറമാണ്. കറുപ്പ്. ഇപ്പൊ കണ്ടോ, വരണ്ട ജലാശയം, അതുപോലെ അതിർത്തി രേഖകൾ. നമ്മൾ ബൗണ്ടറി വരയ്ക്കുമ്പോൾ, ബൗണ്ടറി കൊടുക്കുമ്പോൾ നമ്മൾ ഡാർക്ക് ആയിട്ടാണ് കൊടുക്കുക, അല്ലെ? അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകൾ, അതിർത്തി രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ. ഇത്രയും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇത്രയും ഭൂസവിശേഷതകളെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പ് നിറമാണ്. അടുത്ത സമുദ്രം. അടുത്ത നോക്കടാ, സമുദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന നിറം ഏതാ? നീല നിറമാണ്, അല്ലെ? നീല നിറം. ശ്രദ്ധിക്കുക, ജലസാന്നിധ്യമുള്ള മറ്റ് ജലാശയങ്ങൾ കൂടി നീല നിറത്തിലാണ് ഉൾപ്പെടുന്നത്. അവിടെ പച്ച എന്നൊന്നും എഴുതരുത്. സമുദ്രം, നദി, കുളം, കിണർ, കുഴൽക്കിണർ, ഇത്രയും ഒന്നിച്ചു പഠിച്ചു വെക്കുക. അപ്പൊ സമുദ്രം, നദി, കുളം, കിണർ, കുഴൽക്കിണർ, ഇത്രയും വരുന്നത് നീല നിറമാണ്. ഇനി അടുത്തത് വനം. വനം എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? പച്ച നിറമാണ് വനം. അപ്പൊ ഗ്രീനറീസ് ആണ് ഇതിനകത്ത് വരുന്നത്. വെജിറ്റേഷൻസ് ഏതൊക്കെ വരും? വനം, പുൽമേട്, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടം, ഇത്രയും വരുന്ന ഗ്രീനറീസ് എല്ലാം
പച്ച നിറം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് കൃഷിസ്ഥലം. ഇത് ലാസ്റ്റ് വിഇഒയ്ക്കും LDCക്കും ഒക്കെ ചോദ്യമാണ്. കൃഷിസ്ഥലത്തെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറമാണ്. നമ്മൾ നല്ല വിളഞ്ഞു നിൽക്കുന്ന കൃഷിപ്പാടം മനസ്സിൽ ഓർത്താൽ മതി. ഇപ്പൊ മഞ്ഞ നിറം അല്ലെ. പിന്നീട് തരിശുഭൂമി. നമ്മുടെ ചോദ്യം ഇതാണ്, തരിശുഭൂമി. ഉത്തരം ഏതാണ്? നമ്മുടെ ഓപ്ഷനിൽ ഇപ്പൊ പറഞ്ഞ നിറങ്ങളൊക്കെ ഉണ്ട്. ഇനി തവിട്ട് നമ്മൾ മെൻഷൻ ചെയ്തില്ല. നമ്മുടെ ഉത്തരം വെള്ള നിറമാണ്. വെള്ള. സോ നമ്മുടെ ഈ എക്സാമിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? വെള്ള നിറം അല്ലെ. അപ്പൊ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം ഏതാന്ന് വെച്ചാൽ വെള്ള. അടുത്ത് ശ്രദ്ധിച്ചേ, പാർപ്പിടം. ആദ്യം ആലോചിക്കുക. നമ്മുടെ വീടിന്റെ ബിൽഡിംഗ് കെട്ടുന്നു. സോ ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് നമ്മൾ റെഡ് ബ്രിക്സ് കൊണ്ട്, നല്ല ചുവന്ന ചെങ്കട്ട കൊണ്ടാണ് വീട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ചെമപ്പ് അല്ലെങ്കിൽ ചുവപ്പ് നിറം, ചുവപ്പെന്നോ ചെമപ്പെന്നോ എഴുതാം. പാർപ്പിടമായിട്ട് കണക്ട് ചെയ്താണ് റോഡുകളും പാതകളും ഒക്കെ ഉള്ളത് അല്ലെ, വീടുകൾ. നമ്മളൊരു സ്ട്രീറ്റിന്റെ പടം ഇങ്ങനെ മനസ്സിലാലോചിക്കുക. പാർപ്പിടം ഉണ്ട്, റോഡ്, പാത. അപ്പൊ പിന്നെ കൂട്ടത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഗ്രിഡ് ലൈനുകൾ, അവയുടെ നമ്പറുകൾ, ഗ്രിഡ് ലൈൻസ്. രണ്ട് ടൈപ്പ് ഗ്രിഡ് റെഫറൻസിൽ പറയുന്ന ലൈനുകളാണ് നോർത്തിങ്സും ഈസ്റ്റിങ്സും എന്ന് അറിയപ്പെടുന്നത്. ആ രണ്ട് ലൈൻസും എന്താണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ധരാതലീയ ഭൂപടങ്ങളിൽ നോർത്ത് സൗത്ത് റീജിയനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരകൾ. ഓക്കെ, ഇത് നോർത്ത് അല്ലേ, ഇത് സൗത്ത് ആണ്. സോ ഇങ്ങനെ നമ്മൾ വരച്ചു കൊണ്ടുപോകുന്ന ഈ വരകളെ വിളിക്കുന്ന പേര് ഈസ്റ്റിങ്സ് എന്നാണ്. നമ്മുടെ ഡയറക്ഷൻ വെച്ച് ഇങ്ങനെ നോക്കിയാലും അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. നമുക്കറിയാം ഈ ഡയറക്ഷൻ ഈസ്റ്റ് അല്ലേ, ഞാനിപ്പോ വരച്ച വര ഈസ്റ്റിലോട്ടല്ലേ വരച്ചു പോകുന്നേ. സോ ഇങ്ങനെ ആലോചിക്കുക. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളെ ചേർത്ത് വരയ്ക്കുന്ന വരകളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ്. അപ്പൊ എന്താണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്? നോർത്തിലോട്ട് പോകുന്ന വരയായിരിക്കും അല്ലെ. അപ്പൊ അത് കിഴക്ക് പടിഞ്ഞാറൻ ദിശകളാണ്. നോക്കിയേ, കിഴക്ക് പടിഞ്ഞാറൻ ദിശയല്ലേ അത്. കിഴക്ക് പടിഞ്ഞാറൻ ദിശകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ വടക്കോട്ട് നോർത്തിലോട്ട് വരയ്ക്കുന്ന ഈ വരകളെ വിളിക്കുന്ന പേരാണ് നോർത്തിങ്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആ വര പോകുന്ന ഡയറക്ഷനെ ഓർത്തിരുന്നാൽ മതി. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു, സോ ഈസ്റ്റിങ്സ്. ഇത് അപ്വേർഡ് മൂവ്മെന്റ് ആണ്, സോ നോർത്തിങ്സ്. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. സോ ഇതാണ് ഗ്രിഡ് ലൈൻസ് എന്നറിയപ്പെടുന്നത്. പാർപ്പിടം, റോഡ്, പാത, അതുപോലെ ഗ്രിഡ് ലൈന്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ചുവപ്പ് നിറം. ഇനി ലാസ്റ്റ് ശ്രദ്ധിക്കുക, കോണ്ടൂർ രേഖകൾ, അതുപോലെ മണൽ കൂന, മണൽ കുന്നുകൾ. ഇത് സൂചിപ്പിക്കുന്ന നിറം തവിട്ട് നിറം അല്ലെങ്കിൽ ബ്രൗൺ കളർ ആണ്. ബ്രൗൺ കളർ. ചുവപ്പും ബ്രൗണും തമ്മിൽ മാറിപ്പോവരുത്. ചുവപ്പ് നമ്മൾ കട്ട, പാർപ്പിടം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, അപ്പൊ മാറരുത്. കോണ്ടൂർ ലൈൻസ്, അതുപോലെ മണൽ കൂന, മണൽ കുന്നുകൾ. ഓക്കെ, ഇനി എന്താണ് കോണ്ടൂർ ലൈൻസ്? പരീക്ഷകളിൽ സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് കോണ്ടൂർ ലൈൻസുകൾ. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളിൽ ഒന്നാണ് കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈനിനെ കൂടാതെ ഉയർന്ന പ്രദേശങ്ങളെ ചിത്രീകരിക്കുന്ന മറ്റു ചില പോയിന്റ്സ് കൂടെ ഉണ്ട്. ഒന്ന് ബെഞ്ച് മാർക്ക്. കോണ്ടൂർ ലൈൻ കൂടാതെ ബെഞ്ച് മാർക്ക്. നമ്മുടെ കോണ്ടൂർ ലൈൻ പോലെ ഫോം ലൈൻ എന്നൊരു സാധനമുണ്ട്. ഫോം ലൈൻ. ഇതൊക്കെ എന്താണ്, ഇവയുടെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പാഠപുസ്തകത്തുണ്ട്. സോ ഞാൻ ആ പറഞ്ഞ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന 4ാമത്തെ ജോഗ്രഫി അധ്യായം വായിക്കണം ഉറപ്പായിട്ടും. 10ാം ക്ലാസ്സിലാണ് കേട്ടോ. സോ ബെഞ്ച് മാർക്ക്, കോണ്ടൂർ ലൈൻസ്, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ഒരെണ്ണം കൂടി ഓർത്തിരിക്കുക, സ്പോട്ട് ഹൈറ്റ്, പിന്നെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ഇത്രയുമാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ ഉയരം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. സോ ഈ ചാപ്റ്ററിന്റെ വളരെ കുറച്ച് കണ്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. ഈ നിറങ്ങൾ മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ഉറപ്പായും പരീക്ഷയ്ക്ക് ജോഗ്രഫി മേഖലയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഹിമാലയൻ നദികളിൽ നിന്ന് അല്ലെങ്കിൽ ഉപദ്വീപിയൻ നദികളിൽ നിന്ന്. ഉറപ്പായിട്ടും ഈ രണ്ട് മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ, അവയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഹിമാലയൻ നദിയെ പറ്റിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10th ലെവൽ എക്സാം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് സിന്ധുവിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നു അല്ലെ. നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. സോ അതിൽ ഇത്തവണ ബ്രഹ്മപുത്രയെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ബ്രഹ്മപുത്രയെ പറ്റി സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ബേസിക് ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും അടുത്ത ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. വലിയ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ഒന്നും പറയാനില്ല. ഇവിടെ ഹിമാലയൻ നദികൾ, അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും SCERTയിൽ ഒരു പാഠമുണ്ട്. അത് 10th തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ജോഗ്രഫിയിലെ അധ്യായമാണ്. സോ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ആ ചാപ്റ്റർ ഭംഗിയായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ചോദ്യം ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ആ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒന്ന് വായിച്ചു പോവുക കേട്ടോ.
ഇവിടെ ചോദ്യം ബ്രഹ്മപുത്ര നദിയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദിയല്ല ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് അല്ലെ. മാനസ സരോവറിലെ ചെമയുങ്ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇത് ബ്രഹ്മപുത്ര. ഈ നദിക്ക് ബംഗ്ലാദേശിൽ എന്ത് പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഉത്തരം അറിയാം, അത് ജമുന എന്നാണ്. ജമുന. ഇനി നമ്മുടെ ഹിമാലയൻ നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിച്ചു കൊണ്ടുവരുന്ന ഹിമാലയൻ നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര. ഇനി ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ഏത് നദി തന്നെയാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന സ്ഥലം പറഞ്ഞു നമ്മൾ, ടിബറ്റിലെ മാനസ സരോവർ അല്ലെ, മാനസ സരോവർ തടാകം. അവിടെ ചെമയുങ്ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര. ഇനി ബ്രഹ്മപുത്രയ്ക്ക് വിളിക്കുന്ന മറ്റു പേരുകൾ നമുക്കറിയാം. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതുപോലെ ആസാമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതുപോലെ ഇതിന്റെ ടോട്ടൽ നീളം എന്നറിയപ്പെടുന്നത് 2900 കിലോമീറ്റർ ആണ് കേട്ടോ. 2900 കിലോമീറ്റർ. ഇനി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചാൽ 916 കിലോമീറ്റർ. 916 അങ്ങനെ ഓർത്തിരുന്നാലും മതി. 916. ഓക്കെ. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ടോട്ടൽ നീളം ചോദ്യമായി വന്നിട്ടുണ്ട്. 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 916 കിലോമീറ്റർ. ഇനി ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ നദികളിൽ വെച്ച് പുരുഷനാമമുള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് നദിയാണ്? ബ്രഹ്മപുത്രയാണ്. മറ്റു നദികൾക്കെല്ലാം നമുക്കറിയാം സ്ത്രീകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ ബ്രഹ്മപുത്ര ആ വാക്ക് ഒരു പുരുഷനാമത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഇനി പരീക്ഷകളിൽ ഏറ്റവും സ്ഥിരമായി കാണാറുള്ള മറ്റൊരു ചോദ്യമാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം അത് മജൂലി അല്ലെ. മജൂലി അത് എവിടെയാണ്? ആസാമിലാണുള്ളത്. ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. ഇനി ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം അരുണാചൽ പ്രദേശിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് ബംഗ്ലാദേശ് വഴി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദിയാണ് ഇത് ബ്രഹ്മപുത്ര. സോ നമ്മുടെ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അറിയാം അരുണാചൽ പ്രദേശ്. സ്ഥലം ഓർത്തിരിക്കുക, സാധിയ അരുണാചൽ പ്രദേശ്. ഇവിടെ വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ചോദ്യം ബ്രഹ്മപുത്രയ്ക്ക് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്നാണ്. അതുപോലെ ഓർത്തിരിക്കുക ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ വിളിക്കുന്ന പേരെന്ത്? നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന വാക്ക് തന്നെയാണ്. ഓപ്ഷൻ എ സാങ്പോ അല്ലെ. പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമാണ്. ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ വിളിക്കുന്ന പേരാണ് സാങ്പോ. അതുപോലെ അരുണാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അത് ദിഹാങ്. ഈ 3 പേരുകളുമാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി പ്രാചീന കാലത്തിൽ ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. സ്ഥിരം ചോദ്യമാണ് ലൗഹിത്യ. ഓക്കെ. അപ്പൊ 3 വിളിപ്പേരുകൾ ഓർത്തിരിക്കുക. ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ അറിയപ്പെട്ടിരുന്ന പേര് സാങ്പോ. ഇനി ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേര് ജമുന. ദെൻ അരുണാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരെന്താണ്? ദിഹാങ്. ഇനി നമുക്കറിയാം ദേശീയ ജലപാത NW നാഷണൽ വാട്ടർവേ 2 കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ്? സാദിയ ദുബ്രി അല്ലെ. സാദിയ ദുബ്രി സ്ഥലങ്ങളെയാണ് നാഷണൽ വാട്ടർവേ 2 കണക്ട് ചെയ്യുന്നത്. സോ നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ എന്ന് ചോദിക്കാറുണ്ട്. ആൻസർ ഏതാണ്? ബ്രഹ്മപുത്ര. പലപ്പോഴും നാഷണൽ വാട്ടർവേ തന്ന ശേഷം ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് ചോദിക്കാറുള്ളത്. സാദിയ ദുബ്രി സ്ഥിരം ചോദ്യമാണ്. ഏത് നദിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയിലാണ്. പിന്നീട് ഓർത്തിരിക്കുക ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളിൽ മറ്റൊന്നാണ് പട്ടണങ്ങൾ, നദീതീര പട്ടണങ്ങൾ. ഇവിടെ ഓർത്തിരിക്കുക ആസാമിലെ ഗുവാഹത്തി, അതുപോലെ ദിബ്രുഗഡ്. ഇത് രണ്ടുമാണ് സ്ഥിരം ചോദ്യം. അപ്പൊ ഗുവാഹത്തി, ദിബ്രുഗഡ് പട്ടണങ്ങളാണ് ബ്രഹ്മപുത്രയുടെ തീരത്തുള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികൾ ഏതൊക്കെയെന്നാണ്. സ്ഥിരം ചോദ്യമാണ്, നിങ്ങൾക്കറിയാം. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളുടെയും അതുപോലെ തന്നെ ഉപദ്വീപ്യൻ നദികളുടെയും പോഷക നദികൾ ഏതൊക്കെയാണ്? ഇവ എവിടെ ഉത്ഭവിച്ച് ഏത് കടലിൽ പതിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ബ്രഹ്മപുത്രയുടെ പോഷക നദികളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മാനസ്, അതുപോലെ ലോഹിത്, അതുപോലെ ടീസ്ത, നെക്സ്റ്റ് സുബൻസിരി, ദെൻ ദിബാങ്.
ഓർത്തിരിക്കുക ദിബാങ്. നമ്മളിവിടെ ദിഹാങ് എന്ന് പഠിച്ചല്ലേ. ദിഹാങ് എന്ന് വെച്ചാൽ എന്താണ്? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരാണ് ദിഹാങ്. എന്നാൽ ദിബാങ് ബായാണ്. ദിബാങ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ഓക്കെ, അപ്പൊ മാനസ്, ലോഹിത്, തീസ്ത, സുബൻസിരി ആൻഡ് ദിബാങ്. ഇതിൽ സുബൻസിരി ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുബൻസിരി പറയാം. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് ടീസ്റ്റ. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പൊ നാളെ ഓൾറെഡി ബ്രഹ്മപുത്ര ചോദിച്ചതുകൊണ്ട് ബ്രഹ്മപുത്രയുടെ ഒരു കണക്ടിംഗ് ഫാക്ട് വന്നാൽ അതിൽ ട്രിബ്യൂട്ടറിയിൽ ചോദ്യം ഇങ്ങനെ വരും: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഒഴുകുന്ന നദി ഏത്? ടീസ്റ്റ. ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര ചോദിച്ചാൽ അത് സുബൻസിരി. ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 പാലങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ നോക്കാം. ആദ്യത്തേത് ബോഗീബിൽ പാലം. നമുക്കറിയാം പ്രീവിയസ് ചോദ്യങ്ങളിൽ ഒന്നാണ് ബോഗീബിൽ പാലം. ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ബോഗീബിൽ പാലം. ഏത് നദിക്ക് കുറുകെ എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഇനി അതുപോലെ മറ്റൊന്നാണ് ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക എന്താണ് ഭൂപൻ ഹസാരിക പാലത്തിന്റെ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഭൂപൻ ഹസാരിക പാലം. ഇതിനെ ഓൾസോ വിളിക്കുന്ന മറ്റൊരു പേരാണ് ധോള സാധിയ പാലം. ഈ പാലത്തിന് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധോള സാധിയ പാലം. അപ്പം ഓപ്ഷനിൽ ഭൂപൻ ഹസാരിക തന്നില്ലെങ്കിൽ ചൂസ് ചെയ്യുക ധോള സാധിയ പാലം. ഇത് നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത്തിന് കുറുകെയാണ് ഈ പാലമുള്ളത്. ലോഹിത്തിന് കുറുകെ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ബ്രഹ്മപുത്ര എന്ന നദിയെ പറ്റി നമുക്ക് ഓർത്തിരിക്കേണ്ട ബേസിക് ഫാക്ട്സ്. ഉറപ്പായിട്ടും സിന്ധു, ഗംഗ എന്നീ ഹിമാലയൻ നദികളെ പറ്റിയും പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷക നദിയും അവ ഏത് കടലിൽ പതിക്കുന്നു, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയിട്ട് പോവുക. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്റർ കൂടി ഭംഗിയായിട്ടൊന്ന് വായിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ദാ ഇങ്ങനെയാണ്: പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. സോ ഇന്ത്യൻ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഋതുക്കൾ ഏത് എന്നുള്ളത് ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മപുത്ര ഉൾപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശവും ഇന്ത്യൻ കാലാവസ്ഥയും എല്ലാം ഉൾപ്പെടുന്ന ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന അധ്യായം. സോ ആ അധ്യായത്തിൽ തന്നെ പരാമർശിക്കുന്ന ഇന്ത്യൻ കാലാവസ്ഥയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നൊരു പോയിന്റ് നമുക്ക് ആദ്യം നോക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ പരാമർശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. സോ ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അക്ഷാംശീയ സ്ഥാനം, മറ്റൊന്ന് ഭൂപ്രകൃതി, അടുത്തത് സമുദ്ര സാമീപ്യം. സമുദ്ര സാമീപ്യം ഓരോ തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാൻ കാരണമായ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ശ്രദ്ധിക്കുക, ഈ 4 പോയിന്റ് ആണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ. 4 പോയിന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി. ഇന്ത്യക്ക് നമുക്കറിയാം 5 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഭൂപ്രകൃതികളുണ്ട്. ഈ 5 തരത്തിലുള്ള ഭൂപ്രകൃതികളും ഭംഗിയായി വായിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. ഇനി അടുത്തത് സമുദ്ര സാമീപ്യം, അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. സോ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും 4 തരത്തിലുണ്ട്. ആ 4 കാലാവസ്ഥകൾ തന്നെയാണ് നമ്മുടെ ഇവിടെ ഓപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് നമുക്ക് ശൈത്യകാലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശൈത്യകാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ പീരീഡ് ആണ് ശൈത്യകാലം എന്നറിയപ്പെടുന്നത് അല്ലെ. ഇനി ഡിസംബർ ടു ഫെബ്രുവരി ശൈത്യകാലം കഴിഞ്ഞാൽ അതിനുശേഷം മാർച്ച് മുതൽ ജൂൺ കാലഘട്ടം വരെ അനുഭവപ്പെടുന്നതാണ് ഉഷ്ണകാലം എന്നറിയപ്പെടുന്നത്. ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു സീസൺ ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അതുപോലെ അതിനുശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു സീസൺ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന മറ്റൊന്ന് മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നാണ്. സോ അങ്ങനെ ഒരു പേര് കൂടി ഓർത്തിരിക്കുക, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നും കൂടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ അറിയപ്പെടുന്നു.
ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ. ശൈത്യകാലത്തെ പറ്റി ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യ ഉത്തരാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലെ. അപ്പോൾ ഉറപ്പായിട്ടും സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് എവിടെ, നമ്മുടെ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇനി കുളു, മണാലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടവും ഈ ശൈത്യകാലം തന്നെയാണ്. ഈ ശൈത്യകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഈ പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പ്രതിഭാസം ഉടലെടുക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിൽ നിന്നാണ്. സോ ഓർത്തിരിക്കുക, മെഡിറ്ററേനിയൻ കടൽ. ഇത്രയേ ഉള്ളൂ. ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ അനുഭവപ്പെടുന്ന ന്യൂനമർദ്ദം. ഈ ന്യൂനമർദ്ദം നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കടലാണ് അല്ലെ മെഡിറ്ററേനിയൻ കടൽ. ഒരുപാട് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാറ്റ് അല്ലെങ്കിൽ ജെറ്റ് പ്രവാഹങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെ കടന്ന് ഇന്ത്യയിലെ പഞ്ചാബ്, അതുപോലെ ഡൽഹി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. പഞ്ചാബ്, ഡൽഹി, ഹരിയാന ഈ മേഖലകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട പുകയില, കടുക്, പയർ, ഇത്തരത്തിലുള്ള ഗോതമ്പ് ഇവയുടെയൊക്കെ വിളവിന് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന മഴയ്ക്ക് കാരണമായി മാറുന്നു ഈ പറയുന്ന മെഡിറ്ററേനിയൻ കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം. അതിന് നമ്മൾ വിളിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ മഴയെ വിളിക്കുന്നത് മഹാവത് എന്നാണ്. മഹാവത്, ഓർത്തിരിക്കുക, മഹാവത്. അതായത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന ആ ഹെവി റെയിനെ വിളിക്കുന്ന പേരാണ് മഹാവത്. നാളെ ചിലപ്പോൾ ചോദിക്കാം, മഹാവത് ഏത് കാലാവസ്ഥാ പ്രതിഭാസവും അല്ലെങ്കിൽ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ശൈത്യകാലം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ വാക്കാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ജെറ്റ് പ്രവാഹങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഈ മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലായുള്ള അറ്റ്മോസ്ഫറിക് ലെയറുകളിൽ അവിടെയുള്ള ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹത്തെയാണ് ജെറ്റ് പ്രവാഹം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഡിറ്ററേനിയൻ കടലിനെ മുകളിലുള്ള അന്തരീക്ഷ പാളിയിലെ ട്രോപ്പോപാസിലൂടെ പോകുന്ന അതിശക്തമായ തിരശ്ചീനമായ വായു പ്രവാഹത്തെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ജെറ്റ് പ്രവാഹങ്ങൾ തിരശ്ചീനമായി വന്ന് നീങ്ങി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെ കടന്ന് എവിടേക്ക് എത്തിച്ചേരുന്നു? ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതിനെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുക. ഓക്കെ, പശ്ചിമ അസ്വസ്ഥത ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് സീസണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യകാലം. ബാക്കിയുള്ള മാസങ്ങൾ പലപ്പോഴും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓരോ സീസൺസും ഏത് മാസങ്ങളിലാണ് ഉള്ളതെന്ന്. അപ്പൊ ശൈത്യകാലം നമുക്കറിയാം ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ഇനി ഉഷ്ണകാലം മാർച്ച് ടു ജൂൺ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ കാരണമാകുന്ന ഒരു മൺസൂൺ കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്ന മറ്റു ചില പേരുകളുണ്ട്. നമുക്കറിയാം കാലവർഷം എന്നറിയപ്പെടുന്നു. കാലവർഷം എന്നറിയപ്പെടുന്ന ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതുപോലെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂണിന് നമ്മൾ വേറെ പേര് വിളിക്കാറുണ്ട്. എന്താണ്? തുലാവർഷം. തുലാവർഷം ഓർത്തിരിക്കുക, തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഓക്കെ, അപ്പം ഇടവപ്പാതി എന്നും അതുപോലെ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ വിളിക്കുന്ന പേരുകളാണ് ഇടവപ്പാതി. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂണിനെ വിളിക്കുന്ന പേരാണ് തുലാവർഷം. സോ ഇതൊക്കെ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഈ സീസണുകളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ പാഠഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും വായിച്ചിട്ട് പോവുക. ഇതിൽ നിന്നൊരു ചോദ്യം തന്നെ നമുക്ക് നാളെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നമുക്കറിയാം ഉത്തരം നിലവിൽ ആലപ്പുഴയിലാണ് സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് വൈറോളജിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആൻസർ ഉണ്ട്. എന്നാൽ നിലവിൽ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ആലപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴയിൽ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള PSC സാധാരണ പരീക്ഷകളിൽ ചോദ്യമാക്കുന്ന ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആസ്ഥാനം ചോദ്യമായി വരാറുള്ളത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ആലപ്പുഴയിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവയൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഒന്നാമത്തേത് നെല്ല് ഗവേഷണ കേന്ദ്രം. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് ആലപ്പുഴയിലുള്ളത്? മങ്കൊമ്പ്, അതുപോലെ കായംകുളം. മങ്കൊമ്പ്, കായംകുളം. അതുപോലെ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാലും അത് കായംകുളത്താണ് കേട്ടോ. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കായംകുളം.
കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ ആൻസർ കായംകുളം. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ്? ലാസ്റ്റ് പ്രീവിയസ് ചോദ്യമാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആസ്ഥാനം എവിടെ? ഓർത്തിരിക്കുക, ആലപ്പുഴയിൽ തന്നെ കലവൂരാണ് ഉത്തരം. കലവൂർ. ഓക്കെ, അതുപോലെ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാലും കലവൂർ തന്നെയാണ് ഉത്തരം. കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ. അടുത്ത് നോക്കാം, രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. ഇതെല്ലാം ഈ എഴുതിയിരിക്കുന്ന എല്ലാം പ്രീവിയസ് ആണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാവേലിക്കരയാണ്. മാവേലിക്കര. ഓക്കെ, തീരുന്നില്ല, ഇനി ഒട്ടനവധി ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പരീക്ഷയ്ക്ക് ചോദ്യമാവാറുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ പ്രധാനപ്പെട്ട ജില്ലകളാണ്. കൊല്ലം, ഇവിടെ നിന്നൊക്കെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പരീക്ഷയ്ക്ക് ചോദ്യമാകാറുണ്ട്. സോ നമ്മുടെ റാങ്ക് ഫയലുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ജില്ലകളിലൂടെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രധാനപ്പെട്ട 14 ജില്ലകളിലും പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. എന്തായാലും ആലപ്പുഴ ബേസ് ചെയ്തിട്ട് ഇനിയും ഒത്തിരി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്, കായംകുളം. പിന്നെ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം. രണ്ടും എവിടെയാണ്? കായംകുളം. ദെൻ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥിരം ചോദ്യമാണ്. കലവൂർ എന്നോ ആലപ്പുഴ എന്നോ തരും. ദെൻ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഗെയിൻ കലവൂരാണ്. ദെൻ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാവേലിക്കര. സോ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ പരീക്ഷകളിലെ ചോദ്യമായത്. ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ അധ്യായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് 1-2 അധ്യായങ്ങൾ കൂടി പാഠഭാഗത്തുണ്ട്. അവയൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുന്ന 5 അല്ലെങ്കിൽ 6 മാർക്ക് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും.